ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ 4 മണിക്കുള്ള ക്ലാസ് വളരെയധികം പേർ പ്രയോജനപ്പെടുത്തുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം നിങ്ങളുടെ ഉറക്കമൊക്കെ ഞാൻ കുറേ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. സീരിയസായി ഈ ക്ലാസ് കാണുന്നവർ ഇതിൻ്റെ ബെനിഫിറ്റ് ജീവിതത്തിലുടനീളം കിട്ടും. ചിലപ്പോൾ അടുത്ത ജനറേഷനും കിട്ടും. ഞങ്ങളുടെ ക്ലാസ്സുകൾ, മറ്റ് അധ്യാപകരെല്ലാവരുടെയും ക്ലാസ്സുകൾ അത്രമാത്രം ഡീപ്പായി പോകാനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു കേന്ദ്രത്തിൽ നിന്ന് സിലബസ് മുഴുവൻ തീർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, സിലബസ് തീരുമെന്നുള്ളതാണ്. സിലബസ് തീരും. സിലബസ് ആവശ്യമുള്ളിടത്തെല്ലാം ഊന്നൽ നൽകി ഞങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തം നിലയിൽ ആർജിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആർജിക്കുക തന്നെ വേണം. മറ്റൊരു കാര്യം, നിങ്ങൾ പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാർ പരീക്ഷ മാറ്റി വയ്ക്കുമോ? എനിക്ക് ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എൻ്റെ സകലമായ ക്ഷമയും നഷ്ടപ്പെടുകയാണ്. ഈ വിളിച്ച് ചോദിച്ചവരെല്ലാം അലസന്മാരും പഠിക്കാൻ താല്പര്യമില്ലാത്തവരുമാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ അവർക്ക് പ്രശ്നമില്ല, അവർ പഠിച്ച് റെഡിയായി നിൽക്കണം. പരീക്ഷ എപ്പോൾ വേണോ അപ്പോൾ പരീക്ഷ എഴുതണം. അതുകൊണ്ട് പരീക്ഷ മാറ്റിവെക്കുമോ എന്നായിരിക്കും ഡേറ്റെന്നൊന്നും ഒരു കാരണവശാലും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കരുത്. അങ്ങനത്തെ ഒരു ചാനലല്ല ഇത്. നിങ്ങളെ മോഹിപ്പിക്കാൻ, അല്ലെങ്കിൽ പരീക്ഷ നടക്കുമോ, ഇപ്പോൾ നടക്കും, ഞാൻ തിരക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് PSC എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അതിൻ്റെ തീരുമാനങ്ങൾ അവരെടുത്ത് നമ്മളെ അറിയിക്കും. അപ്പോൾ പരീക്ഷ, എൻ്റെ അഭിപ്രായത്തിൽ പരീക്ഷ ഫെബ്രുവരിയിൽ തന്നെ നടക്കണം. അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഫെബ്രുവരി പരീക്ഷ നടന്നില്ലെങ്കിൽ മാർച്ച് 17 SLC പരീക്ഷ ആരംഭിക്കും. SLC പരീക്ഷ അങ്ങോട്ട് തീരണ മുറയ്ക്ക് കേരളത്തിൽ ഇലക്ഷനും വരും. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടങ്ങ് പോകും. അപ്പോൾ പിന്നെ ഇത് അനന്തമായി നീണ്ടുപോകും. ഈ നമ്മുടെ ഈ പരീക്ഷ അല്ലെങ്കിൽ പ്രാഥമിക പരീക്ഷ. അവിടെ എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കാനുള്ളത്, പരീക്ഷ നടക്കുമെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം. ഒരു പ്രാവശ്യം പോലും ഒരാളുടെ അടുത്ത് വിളിച്ച് ചോദിക്കരുത്, പരീക്ഷ നീട്ടി വയ്ക്കുമോ മാറ്റി വയ്ക്കുമോ എന്ന് ചോദിക്കരുത്. ചോദിക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് ഇല്ലെന്നർത്ഥം. നിങ്ങൾ ഫെബ്രുവരി 1-ാം തീയതി തിരുവനന്തപുരം ജില്ല മുതൽ അങ്ങോട്ട് പരീക്ഷ എഴുതാൻ തയ്യാറായി നിൽക്കണം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളാരും ഇനി ഈ പരീക്ഷയെക്കുറിച്ച് വിളിച്ച് ചോദിക്കരുത്. ചോദിച്ചവരെയൊക്കെ ഞാൻ വിരട്ടി വിട്ടിട്ടുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് പണങ്ങിയിരിക്കുകയായിരിക്കും. മറ്റൊന്ന്, സിലബസ് റിവിഷനുമാണ്. റിവിഷൻ ഇപ്പോൾ സയൻസ് റിവിഷനിലേക്ക് വരികയാണ്. പാഠഭാഗങ്ങൾ തീർക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് വർക്കിന് വന്ന കുട്ടികൾ അവർ 5-ാം ക്ലാസ്സിലെ മാത്സ് പുസ്തകം പരിശോധിച്ചു. 5-ലെ മാത്സിൻ്റെ പാർട്ട് 1, പാർട്ട് 2. എന്നിട്ട് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത്, ചക്രപാണി സാർ, ഇതാണ് പഠിക്കേണ്ടത്, ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ നിങ്ങളും എന്നെ ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ 5-ാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങൾ പരിശോധിക്കണം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡിനും LDC പരീക്ഷ എഴുതുന്നവർക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷ വളരെ കട്ടിയായിട്ടുള്ള പരീക്ഷ ആയിരിക്കില്ല. 5-ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ആ സിലബസ് കണ്ടപ്പോഴത്തേക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ആരോ ആ പാഠപുസ്തകങ്ങൾ പരിശോധിച്ചിട്ടാണ് സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവർ, പഠിക്കുന്നവർ, നിങ്ങൾ പരമാവധി ഞങ്ങളുടെ ക്ലാസ്സുകൾ, പഴയ ക്ലാസ്സുകൾ കാണണം, റിവൈസ് ചെയ്യണം. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പാർട്ടോ സയൻസോ ഒക്കെ കാണണം. മാത്സ് കാണണം. മാത്സ് നിങ്ങൾ പലരും പിന്നീട് എത്ര കണ്ട് വിനിയോഗിക്കുന്നു എന്നറിയുന്നില്ല. പക്ഷേ ഇവിടുത്തെ മാത്സ് പഠിച്ചവരാണ് ഫുൾ മാർക്ക് കിട്ടിപ്പോയവർ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനതൊന്നും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് അയ്യോ അത് ചെയ്യേണ്ടതായിരുന്നു എന്നാരും പറയരുത്. ഞാനിപ്പോൾ ആദ്യമേ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ നദികളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ നദികളും കേരള നദികളുമുണ്ട്. അത് നമ്മൾ വളരെ ഓടിച്ച് പറയണം. ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടിയാലായി, അങ്ങനെ വിചാരിച്ചോണ്ടാൽ മതി. ചിലപ്പോൾ 2 ദിവസം പഠിപ്പിക്കുന്നതിന് ഒരു മാർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇന്ത്യൻ നദികളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നദികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പോട്ടമോളജി.
POTOMOLOGY പോട്ടമോളജി നദികളെക്കുറിച്ചുള്ള പഠനമാണ്. അതേസമയം പോമോളജി ഫലങ്ങളെക്കുറിച്ചുള്ള മാങ്ങ, ചക്ക ഇതൊക്കെ ഉണ്ടല്ലോ, ഫലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പോമോളജി. അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പോട്ടമോളജി നദികളെക്കുറിച്ചുള്ള പഠനമാണ്, പോമോളജി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഇനി നമുക്ക് നദികളെക്കുറിച്ച് തന്നെ പഠിച്ചു തുടങ്ങാം. അതായത് ഇന്ത്യൻ നദികൾ. ഇന്ത്യൻ നദികളാണ് ഹെഡിങ്. ഇന്ത്യൻ നദികൾ. ഇന്ത്യൻ നദികൾ. ആദ്യം ഇതിനെക്കുറിച്ച് ബൃഹത്തായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ നദികളെയും പഠിച്ചുകൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല. എന്നാലും പ്രധാനപ്പെട്ട നദികളെ ഇന്ത്യയിലെയും കേരളത്തിലെയും നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകണത് എന്താണെന്ന് അറിയാമോ? ഞാൻ ചെയ്യാൻ പോണത് 2000 മുതൽ ഈ നദികളെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കളക്ട് ചെയ്യുകയാണ്. നദികളെക്കുറിച്ച്, കായലുകളെക്കുറിച്ച്, വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് അത് പാർട്ടായിട്ട് കളക്ട് ചെയ്യുകയാണ്. ഈ കളക്ട് ചെയ്യുന്നത് ഒറ്റയടിക്ക് മറ്റുള്ളവർ വിനിയോഗിക്കും. എൻ്റെ കുട്ടികൾ മാത്രമല്ല വിനിയോഗിക്കാൻ പോകുന്നത്, മറ്റുള്ളവരും വിനിയോഗിക്കും. അവരുടെയും പഠിക്കും, ഇതും പഠിക്കും. അതുകൊണ്ട് നിങ്ങളും അതുപോലെ പഠിക്കണം. അപ്പോൾ ഇന്ത്യൻ നദികളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഇന്ത്യൻ നദികളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികൾ. രണ്ട് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികൾ ആദ്യത്തെ ഭാഗമായി. ഇന്ത്യൻ നദികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഹിമാലയൻ നദികൾ, അതായത് ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ഹിമാലയൻ നദികൾ. രണ്ടാമത്തേത് ഉപദ്വീപീയ നദികൾ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, ഇപ്പോഴും ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ആള് വിളിച്ചു ചോദിച്ചതാണ്, ഉപദ്വീപും ഉപഭൂഖണ്ഡവും രണ്ടാണ്. ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ് ഉപദ്വീപീയ ഇന്ത്യ. ഈ വെള്ളം കിടക്കണം, 3 വശവും വെള്ളമുള്ളതാണ് ഉപദ്വീപീയ ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുകൊണ്ട് വേറെയാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിപ്പോകും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചെറിയ നദി ഏത്, വലിയ നദി ഏത്? ഉപദ്വീപീയ ഇന്ത്യയിലെ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചില്ലെങ്കിൽ പോകും, തീർച്ചയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരും. അപ്പോൾ ഇവിടെ ഒന്ന് ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികളിൽ 3 നദികളെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായി പഠിക്കേണ്ടത്. ഒന്ന് സിന്ധു നദി, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദികൾ ആദ്യം ഹിമാലയൻ നദികൾ 3 കുറിച്ച് പഠിക്കും. അടുത്ത ഉപദ്വീപീയ നദികളിൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, താപ്തി. 1 2 3 4 5 ഏതൊക്കെയാണ്? പിന്നെ നർമ്മദ. ഇത്രയും നദികളെക്കുറിച്ച് പഠിച്ചാൽ നമുക്കൊരു സാമാന്യ ധാരണയുണ്ടാകും. അപ്പം ഇന്ത്യൻ നദികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഹിമാലയൻ നദികൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അത് ഹിമാലയ മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. രണ്ടാമത് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് മഹാനദി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി, താപ്തി. ഇത്രയും നദികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം ഇതിനെക്കുറിച്ചൊരു പൊതുധാരണ ഉണ്ടാകണം. പൊതുധാരണ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുക, ഈ നദികളെക്കുറിച്ച് ചോദിക്കാൻ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നദി എവിടെ ഉത്ഭവിച്ചു, എവിടെ പതിക്കുന്നു, അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പടത്തിൽ ഇങ്ങനെ ഒരു നദിയെ വരച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ നദി പതിക്കുന്നത് ഇവിടെയാണെന്ന് അർത്ഥം. ഒരു നദിയെ വരച്ച് ഇങ്ങനെ വിട്ടിരുന്നാൽ അർത്ഥം ഈ നദി പതിക്കുന്നത് ഇവിടെയാണ്. പതിക്കുന്നിടമാണ് ടച്ച് ചെയ്തിരിക്കുന്ന ആ പടത്തിൽ, പതിക്കുന്ന സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾ നദികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ഇന്ത്യയിലെയും കേരളത്തിലെയും. ഇന്ത്യൻ നദികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പെരണിയൽ റിവേഴ്സാണ്. എന്താണ് ഈ പെരണിയൽ റിവേഴ്സ്? പെരണിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ വെള്ളം കിട്ടുന്നതാണ് പെരണിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ. പെരണിയൽ ട്രീ, തെങ്ങ് പെരണിയൽ ട്രീ ആണ്. അപ്പോൾ പെരണിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളം കിട്ടും, വെള്ളം ഡ്രൈ ആവില്ല. പിന്നെ മഞ്ഞുരുകി വെള്ളം കിട്ടും, അതുപോലെ തന്നെ മഴയിലും വെള്ളം കിട്ടും. അതുകൊണ്ടാണ് പെരണിയൽ റിവേഴ്സ് എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളാണ്. ഉപദ്വീപീയ നദികളാണ് മഹാനദി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി, താപ്തി. ഇത്രയുമാണ് നദികൾ. ഇവിടെ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എന്താണ് പോഷക നദിയും ഉപനദിയും തമ്മിലുള്ള വ്യത്യാസം?
പോഷക നദി, ഉപനദി. ഞാൻ നോക്കിക്കോളൂ. ഒന്ന് പോഷക നദി, പോഷക നദി. രണ്ട് ഉപനദി, ഉപനദി അല്ലെങ്കിൽ കൈവഴി. പോഷക നദിക്ക് പറയുന്ന പേരാണ് ട്രിബ്യൂട്ടറി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടറി. പോഷക നദിക്ക് പറയുന്ന പേരാണ് ട്രിബ്യൂട്ടറി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടറി. എല്ലാ നദികൾക്കും പോഷക നദികളുണ്ട്, അതുപോലെ തന്നെ ഉപനദികളും ഉണ്ടാകാം. പോഷക നദികൾ എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതൊരു നദിയാണ്. ഈ നദിയിലേക്ക് വേറൊരു നദി വന്ന് ഒഴുകി എത്തുകയാണെങ്കിൽ, ഇങ്ങോട്ടൊരു നദി വന്ന് ഒഴുകി എത്തുകയാണ്, ഇതാണ് പോഷക നദി. ഇതൊരു നദി ഇങ്ങനെ പോവുകയാണ്, ആ നദിയിലേക്ക് വേറൊരു നദി വന്ന് ഒഴുകി എത്തുകയാണെങ്കിൽ പോഷക നദിയാണ്. അത് അവിടെ നിന്ന് പിന്നെ അത് വലുതായി പോകുന്നു, പോഷിപ്പിക്കുകയാണ്, പോഷക നദി. ഇനി ഈ നദിയിൽ നിന്ന് പുതിയൊരു നദി കൈവഴി ഉണ്ടാകുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ഉപനദി. നദിയിൽ നിന്ന് വേറൊരു നദി ഉണ്ടാകുകയാണ്, ഉപനദി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പിന്നെ ഗംഗയുടെ ഉപനദിയാണ് ഹൂഗ്ലി നദി. ഉപനദി. ആ ഉപനദിയിൽ വേറൊരു നദി വന്ന് ചേരുകയാണെങ്കിൽ ആ നദിയാണ് പോഷക നദി. അപ്പോൾ ഗംഗാനദിയുടെ ഉപനദിയാണ് ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് ദാമോദർ നദി. അത് ആ ഭാഗം വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പോഷക നദിയും ഉപനദിയും മനസ്സിലായി. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ നദിയിൽ വേറൊരു നദി വന്ന് ചേരുന്നതാണ്. ഒരു മെയിൻ നദിയിൽ നിന്ന് വേറൊരു നദി പോകുന്നതിന് പറയുന്ന പേരാണ്, പുതുതായിട്ടുണ്ടായി പോകുന്നതിന് പറയുന്ന പേരാണ് ഉപനദി. ഇത് രണ്ടും മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഹിമാലയൻ നദികളെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതാണ് ഇന്ത്യ, ഇതാണ് ഹിമാലയ സാനുക്കൾ. ഇങ്ങോട്ടാണ് ചൈന, ഇവിടെയാണ് ചൈനയിലെ തിബറ്റ് ഇവിടെയാണ്. തിബറ്റ് ചൈനയുടെ കീഴിലുള്ള ഒരു പ്രദേശമാണ് തിബറ്റ് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. ഈ തിബറ്റുകാരെപ്പോഴും അവർക്കൊരു രാജ്യമാണോ എന്ന് വിചാരിക്കുകയാണ്. ചൈന സമ്മതിക്കില്ല. കാരണം തിബറ്റിൽ ചൈനക്കാരാണ് കൂടുതലുള്ളത്, അതേസമയം ബുദ്ധമതാനുയായികളും കൂടുതലുണ്ട്. അപ്പോൾ തിബറ്റ് ചൈനയ്ക്ക് എപ്പോഴും പ്രശ്നമുള്ളൊരു സ്ഥലമാണ് തിബറ്റിലെ ആത്മീയ നേതാവ് ദലൈലാമ ബുദ്ധമത സന്യാസിയാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലുള്ള ധർമ്മശാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ തിബറ്റാണ്. ഇത് പിന്നെ ഉത്തരാഖണ്ഡ്, ഇത് ഉത്തർപ്രദേശ്, ഇത് ബീഹാർ, ഇതിങ്ങനെ വന്ന് ഇതാണ് ഇത് വെസ്റ്റ് ബംഗാൾ, ഇവിടെയാണ് ബംഗ്ലാദേശ്. നോക്കൂ, ഇവിടെ ഈ തിബറ്റിലുള്ള മാനസ സരോവറിൽ ചെമയൂങ് ഡൂൺ താഴ് വരിക എന്നുള്ളതേ ഉള്ളൂ. ചെമയൂങ് ഡൂൺ ഗ്ലേസിയർ ഇവിടെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെ നിന്നാണ് രണ്ട് നദികൾ ഉണ്ടാക്കുന്നത്. ആ രണ്ട് നദികൾ പറയാൻ പോവുകയാണ്. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഈ തിബറ്റിലെ മാനസ സരോവറിലുള്ള ചെമയൂങ് ഡൂൺ എന്ന സ്ഥലത്ത് നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദി ഉത്ഭവിച്ച് ഇങ്ങനെ ഇവിടെ പാകിസ്ഥാൻ സിന്ധു നദി ഉത്ഭവിച്ച് ഇങ്ങനെ വന്ന് പാകിസ്ഥാനിൽ വന്ന് അറേബ്യൻ കടലിൽ പതിക്കുന്നു. അപ്പോൾ സിന്ധു നദി പതിക്കുന്നത് എവിടെ? ഇത് സിന്ധു നദിയാണ്. സിന്ധു നദി പാകിസ്ഥാന്റെ ദേശീയ നദി, ഇത് അറേബ്യൻ കടലിൽ പതിക്കുന്നു. ഒരെണ്ണം ഞാൻ പറഞ്ഞു. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്നത് തിബറ്റിലുള്ള മാനസ സരോവർ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. അവിടെ എവിടെ നിന്നാണ്? ചെമയൂങ് ഡൂൺ ഗ്ലേസിയർ, അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അടുത്ത നദി എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉത്ഭവിക്കുന്നതാണ് ബ്രഹ്മപുത്ര നദി. ഇങ്ങനെ ഉത്ഭവിച്ച് ഇങ്ങനെ വന്ന് പിന്നെ അരുണാചൽ പ്രദേശ് വഴി ഇങ്ങനെ വന്ന് എവിടെ ചേരുകയാണ്? ഇങ്ങനെ വന്ന് ഇവിടെ ചേരുകയാണ്. ഇവിടെ കൂടെ ചേരും. ഇത് ബംഗ്ലാദേശ് വേറെ രാജ്യമാണ്. ഇത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് ബ്രഹ്മപുത്രയും തിബറ്റിലെ മാനസ സരോവറിൽ നിന്ന് ഉത്ഭവിച്ചു. അത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതേസമയം മാനസ സരോവറിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന സിന്ധു നദി പടിഞ്ഞാറോട്ടൊഴുകി അറേബ്യൻ കടലിൽ പതിക്കുന്നു. ഇനി ഒരു നദി, 3 നദികളാണ് ഹിമാലയൻ നദികൾ. ഇതാണ് ഉത്തരാഖണ്ഡ്. ഈ ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. ഗംഗാനദി ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡിൽ കൂടെ ഒഴുകി ഉത്തർപ്രദേശിൽ വന്ന്
അത് ബീഹാറിൽ വന്ന് അത് പിന്നെ പശ്ചിമ ബംഗാളിൽ വന്ന് പിന്നെ ബംഗ്ലാദേശിലേക്ക് കടക്കുക. ബംഗ്ലാദേശ് വഴി എവിടെ പതിക്കുകയാണ്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് നദികൾ, ആ രണ്ട് നദികളെന്ന് പറയുന്നത്, ഒന്ന് സിന്ധു നദി പതിക്കുന്നത് അറേബ്യ കടലിലും ബ്രഹ്മപുത്രയും ഗംഗയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലും ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കും. അതുകൊണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹിമാലയൻ നദികൾ 3 ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 3 നദികൾ, ഇനി അതിൻ്റെ പോഷക നദികൾ നോക്കണം. ആ 3 നദികൾ, സിന്ധു നദി മാനസ സരോവറിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി പാകിസ്ഥാൻ വഴി നേരെ അറേബ്യൻ കടലിൽ പതിക്കുന്നു. ഗംഗാ നദി ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലും ഒഴുകി ബംഗ്ലാദേശ് വന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബ്രഹ്മപുത്ര നദി മാനസ സരോവറിൽ ഉത്ഭവിച്ച് നേരെ അരുണാചൽ പ്രദേശിൽ വന്ന് ആസാമിൽ കടന്ന് എവിടെ ഉത്ഭവിക്കുന്നു? എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇത് 3 ആദ്യം മനസ്സിലാക്കി വയ്ക്കാനുള്ള ഈ 3 നദികൾ. ഇനി നമുക്ക് ഉപദ്വീപീയ നദികളെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി ഉപദ്വീപീയ നദികൾ വ്യക്തമായിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഈ വെള്ളം കിടക്കുന്നതിനോട് താഴോട്ടുള്ളതാണ് ഉപദ്വീപ്. ഈ പ്രദേശങ്ങൾ വെള്ളം കിടക്കുന്നതിൻ്റെ ഇങ്ങനെയുള്ള ഇന്ത്യ ഉപദ്വീപ്. 3 വശവും വെള്ളം കിടക്കുന്നതാണ് ഉപദ്വീപ്. 4 വശവും വെള്ളം കിടന്ന ദ്വീപ്. ഉപദ്വീപും ഉപഭൂഖണ്ഡവും രണ്ടാണ്. ഞാൻ വീണ്ടും പറയുകയാണ്. ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉപദ്വീപ്, 3 വശം വെള്ളം കിടക്കുന്ന ഇന്ത്യയാണ് ഉപദ്വീപ്. ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ദെൻ പിന്നെ മാലിദ്വീപ്. അത് ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇത് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് പിന്നെ ഉപദ്വീപീയ നദികളെ കുറിച്ച് പരിശോധിക്കാം. ഉപദ്വീപീയ നദികൾ ഞാൻ നേരത്തെ പറഞ്ഞു. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി. 1 2 3 4 5. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, പിന്നെ മഹാനദി. നമുക്ക് നോക്കാം. ഇതിൽ നർമ്മദയും താപ്തിയും ഞാൻ അവിടെ എഴുതുകയാണ്. നർമ്മദ, താപ്തി. ഈ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്നു. നർമ്മദ, താപ്തി പടിഞ്ഞാറോട്ടൊഴുകുന്നു. ബാക്കിയുള്ള, അപ്പോൾ നർമ്മദ കഴിഞ്ഞു, താപ്തി കഴിഞ്ഞു. ഈ ബാക്കിയുള്ള നദികളെല്ലാം ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, ഈ നദികളെല്ലാം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതിൽ പിന്നെ ഉപദ്വീപീയ നദികളിൽ നർമ്മദയും താപ്തിയും മാത്രമാണ് പടിഞ്ഞാറോട്ടൊഴുകി അറേബ്യൻ കടലിൽ പതിക്കുന്നത്. എന്നാൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി ഇത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലാണ് ചോള ലേക്ക് എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ചുരുക്കി പറയട്ടെ. ഇന്ത്യയിൽ നദികളെ 2ആയിട്ട് തരംതിരിക്കുക. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഉപദ്വീപീയ നദികളിൽ നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി ഉപദ്വീപീയ നദികൾ. ഇനി വേറൊരു എണ്ണം കൂടി പറയാം. ഈ ഉപദ്വീപീയ നദികളിൽ ചില നദികൾ വടക്കോട്ടൊഴുകുന്നുണ്ട്. വടക്കോട്ടൊഴുകുന്ന നദികൾ, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ, അതുപോലെ തന്നെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അത് നമുക്ക് പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ നമുക്ക് ഹിമാലയൻ നദികളിലേക്ക് പോകാം. ഹിമാലയൻ നദികളിൽ പ്രധാനപ്പെട്ടതാണ് ഗംഗാനദി, ഗംഗാനദി. വിഷ്ണുപതി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്നുണ്ടായെന്നാണ് പറഞ്ഞത്, വിഷ്ണുപതി. ഗംഗാനദിയുടെ ഉത്ഭവം ഹിമാലയത്തിലെ, ഇതാണ് ഹിമാലയ സാനുക്കൾ. ഹിമാലയ സാനുക്കളിൽ ഈ കിടക്കുന്നതാണ് ഉത്തരാഖണ്ഡ്.
ഉത്തരാഖണ്ഡ്. ഈ ഉത്തരാഖണ്ഡിലുള്ള പിന്നെ ഗായ്മുഖ് ഗുഹയിൽ, ഗായ്മുഖ് ഗുഹയിലാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗോത്രി ഗ്ലേസിയേഴ്സിൽ ഉത്ഭവിക്കുന്നു. ഒന്നും പറയണ്ട, ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ വ്യക്തമായി ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗാനദി ഇന്ത്യയുടെ പുണ്യനദിയാണ്, എല്ലാവർക്കും അറിയാം. ഗംഗാനദി ഒഴുകുന്നത് ഒന്ന് പിന്നീട് ഉത്തരാഖണ്ഡ്, അടുത്തത് ഉത്തർപ്രദേശ്, അടുത്തത് ബീഹാർ, അടുത്തത് വെസ്റ്റ് ബംഗാൾ. ഇതാണ് വെസ്റ്റ് ബംഗാൾ. 1, 2, 3, 4 സ്റ്റേറ്റിൽ കൂടി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്, ഗംഗോത്രി ഗ്ലേസിയേഴ്സിൽ. അത് അവിടെ നിന്ന് ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡിൽ നിന്ന് ഒഴുകി ഉത്തർപ്രദേശിൽ വന്ന് ബീഹാർ വഴി ബംഗാളിൽ വന്ന് പശ്ചിമ ബംഗാളിൽ വന്ന് പിന്നെ ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമല്ലേ ബംഗ്ലാദേശ് കടക്കുന്നു. അവസാനം പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഗംഗാ നദിയെക്കുറിച്ചുള്ള കാര്യം മനസ്സിലായി. ഒന്ന്, ഉത്ഭവം മനസ്സിലായി, നീളം മനസ്സിലായി, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്ന് മനസ്സിലായി. ഒഴുകുന്ന സ്റ്റേറ്റുകൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്ന് മനസ്സിലായി. ഇനി ഗംഗാനദി എത്ര രാജ്യങ്ങളിൽ ഒഴുകുന്നു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിട്ട് കുഴപ്പിക്കുന്നത്. ഗംഗാനദി ഒഴുകുന്നത് 2 രാജ്യങ്ങളാണ്, ഇന്ത്യയും ബംഗ്ലാദേശിലും ഇവിടെ ഒഴുകുന്നതാണ് ഗംഗാനദി. ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലാണ്. ഗംഗാനദിക്ക് 2525 കിലോമീറ്റർ നീളമെന്ന് പറഞ്ഞു. അതിൽ ഏകദേശം 1450 കിലോമീറ്റർ ഒഴുകുന്നത് ഉത്തർപ്രദേശിൽ കൂടിയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഗംഗാ നദിയാണ്. പോഷക നദികൾ, അതായത് ട്രിബ്യൂട്ടറി, ഏറ്റവും കൂടുതൽ ട്രിബ്യൂട്ടറീസ് ഉള്ളത് ഗംഗാ നദിക്കാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് ആദ്യം അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെ ഒന്ന് പരിശോധിക്കാം. ട്രിബ്യൂട്ടറീസ് ഗംഗാ നദിയുടെ പോഷക നദികളാണ്. ഇതാ ഗംഗാ നദിയുടെ പോഷക നദികൾ. ഒന്ന് യമുന, കോസി, എല്ലാം പറയുന്നില്ല, ദാമോദർ, കാഗ്ര, ഗോമതി, ഗണ്ഡക്, രാംഗംഗ. അപ്പോൾ ഇതിൻ്റെ പോഷക നദികളാണ് ഗംഗാനദിയുടെ. യമുനാ നദിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യമുനാ നദി, കോസി നദി, ദാമോദർ, ഘാഗ്ര, ഗോമതി, ഗണ്ഡക്, രാംഗംഗ. ഇത് ഗംഗാ നദിയുടെ പോഷക നദികളാണ്. അടുത്തത്, ഈ നദികളൊക്കെ ഏറെക്കുറെ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് താഴോട്ട് വരികയാണ്. എന്നാൽ ഈ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത നദികളുണ്ട്. ഇതാ ചമ്പൽ, സോൺ, കെൻ, ബദ്വ. എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഈ നദികൾ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇത് വടക്കോട്ടൊഴുകുന്ന നദികളാണ്. അതായത് ഗംഗയുടെ വടക്കോട്ടൊഴുകുന്ന നദികൾ. ഇത് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് മുകളിലേക്ക് പോവുകയാണ്. എവിടെ? പിന്നെ വടക്കോട്ട് പോയി ഗംഗാ നദി ചേരുകയാണ്. ഇതെല്ലാം പോയി ഗംഗാ നദി ചേരും. ഇതെല്ലാം വടക്കോട്ട് പോയി ഗംഗാ നദി ചേരും. ഇതും എല്ലാം ഗംഗാ നദി ചേരും. ഗംഗാ നദി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ്. അപ്പോൾ ഈ പോഷക നദികളെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഹിമാലയൻ നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് താഴോട്ട് വരുന്നത്. അത് യമുനാ നദി, കോസി, ദാമോദർ, ഘാഗ്ര, പിന്നീട് ഗോമതി, ഗണ്ഡക്, രാംഗംഗ. ഇതൊക്കെ വന്ന് പതിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നദിയെന്ന് വിചാരിച്ചോ. ഇതാണ് ഗംഗാ നദിയെങ്കിൽ ഇതാണ് യമുനാ നദി വന്ന് പതിക്കുന്നത്. ഇങ്ങനെ ഇത് കോസി, ഇത് ദാമോദർ, ഘാഗ്ര, ഗണ്ഡക്, രാംഗംഗ, ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് പതിക്കുകയാണ്. എന്നാൽ ഇവിടെ നിന്ന് മുകളിലോട്ട് എന്ന് പതിക്കുന്നതാണ് ഇത് ചമ്പൽ. മുകളിലോട്ട് നിന്ന് പതിക്കുകയാണ്. പിന്നീട് വടക്കേക്ക് പോവുകയാണ്. അടുത്തത് സോൺ, മുകളിലോട്ടേക്ക് പോവുകയാണ്. കെൻ, മുകളിലേക്ക് പോവുകയാണ്. ബദ്വ, മുകളിലേക്ക് പോവുകയാണ്. ഈ നദി വന്ന് പതിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും വന്ന് പതിക്കുന്നുണ്ട്, ഇങ്ങനെ മുകളിലോട്ട് പോയി പതിക്കുന്നുണ്ട്. വടക്കോട്ട് പോയി പതിക്കുന്നതാണ് ഗംഗാ നദിയിൽ പതിക്കുന്ന പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബദ്വ. എന്നാൽ പിന്നെ വടക്കുന്ന് തെക്കോട്ട് വന്ന് ചേരുന്നതാണ് യമുന, കോസി, ദാമോദർ, ഘാഗ്ര, ഗോമതി, ഗണ്ഡക്,
റാംഗംഗ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ പോഷകനദികൾക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. പോഷകനദികൾ ഏറ്റവും വലുതാണ് യമുനാ നദി. അത് പിന്നെ നമ്മൾ പരിശോധിച്ച് നോക്കും. ഗംഗാ നദിയിലോട്ട് വന്ന് പതിക്കുകയാണ്. എവിടെ നിന്ന്? വടക്കുന്ന് തെക്കോട്ട് വന്ന് ഗംഗാ നദിയിൽ പതിക്കുകയാണ്. എന്നാൽ ഇത് പിന്നീട് തെക്കുന്ന് വടക്കോട്ട് പോവുകയാണ്. വടക്കോട്ട് പോയി ഗംഗാ നദിയിൽ പതിക്കുന്നതാണ് ചമ്പൽ, സോൺ, കെൻ, ബദ്വ. ഇത് ഓരോന്നായിട്ട് പിന്നെ നമ്മൾ പരിശോധിച്ച് നോക്കും. എന്തായാലും ഒരു അടിസ്ഥാനപരമായ ഒരു വിവരം വേണം, എന്നാലേ ഈ നദികളെക്കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇന്ത്യയുടെ ദേശീയ നദിയും പുണ്യനദിയും ഗംഗാനദിയാണ്. ഗംഗയെ കുളിച്ചാൽ എല്ലാ പാവവും മാറുടോ. ഗംഗാനദിയിൽ കുളിച്ചാൽ ഒരു രാജ്യത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതാണ് ആ രാജ്യത്തിലെ നദികൾ എന്നുള്ളതും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം. പിന്നീട് ഇതിൻ്റെ നീളം നേരത്തെ പറഞ്ഞു, 2525 കിലോമീറ്റർ. ഇതിൻ്റെ ഫ്രണ്ട്സ് നമുക്ക് ചുരുക്കി പറയാം. ഗംഗാനദി ഉത്തരാഖണ്ഡിലെ ഗായ്മുക്കിൽ നിന്ന് ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലും കൂടി ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. 2525 കിലോമീറ്റർ നീളത്തിൽ. ഈ ഗംഗാ നദിയിലോട്ട് വന്നു ചേരുന്ന പോഷക നദികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് വടക്കോട്ട് പോയി ഒഴുകി ചേരുന്നതും തെക്കോട്ട് ഒഴുകി ചേരുന്നതും. അതിൽ യമുന, കോസി, ദാമോദർ, ഘാഗ്ര, ഗോമതി, ഖണ്ഡക്, റാംഗംഗ ഇതൊക്കെ വടക്കുന്ന് തെക്കോട്ട് വന്ന് ഗംഗാനദി ചേരുകയാണ്. എന്നാൽ തെക്കുന്ന് വടക്കോട്ടൊഴുകി ബദ്വ, കെൻ, സോൺ, ചമ്പൽ ഇത് വടക്കോട്ടൊഴുകി ഗംഗാനദിയിൽ ചേരുകയാണ്. പിന്നെ എല്ലാം കൂടെ വലിയ സ്ട്രീമായി തീരുകയാണ്. ഇതാണ് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വയ്ക്കാനുള്ളത്. ഗംഗ ഒരു പുണ്യനദിയാണെന്ന് എല്ലാവർക്കും അറിയാം. നോക്കൂ, ഇനി നമുക്ക് ഗംഗാ നദിയെക്കുറിച്ചുള്ള വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് നമ്മുടെ പരീക്ഷയ്ക്കുണ്ടല്ലോ 1-2 മാർക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ ചോദിച്ചില്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞിരിക്കണം. ഒരു IAS പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൽ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. എല്ലാവരും ഇവിടെ വരൂ, ബോർഡിലേക്ക് വരും. ഇതാണ് ഹിമാലയ സാനുക്കൾ. ഇവിടെ ഇങ്ങനെ ഈ ഹിമാലയ സാനുക്കളിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഉത്തരാഖണ്ഡ്. ഇതാണ് ഉത്തരാഖണ്ഡ്. ഇതാണ് ഉത്തർപ്രദേശ്. ഇത് UP. ഇതാണ് ബീഹാർ. ബീഹാർ കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കുന്നതാണ് ബംഗാൾ. നോക്കൂ, ഈ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേസിയേഴ്സിലാണ് ഉത്ഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഉത്ഭവിക്കുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, ഇവിടെ ഇതാണ് ഗായ്മുഖ് എന്ന് വിചാരിക്കുക. ഇതാണ് ഗായ്മുഖ്. ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇതിന് പകരം ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇതാണ് ഗായ്മുഖ്. ഗായ്മുഖിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആദ്യ നദി എന്ന് ഇവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് പറയുന്നത് ഭാഗീരഥി നദിയാണ്. ഇതാണ് ഭാഗീരഥി നദി. ഭാഗീരഥി നദി ഇവിടെ നിന്നാണ് ഭാഗീരഥി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഗംഗാനദി യഥാർത്ഥത്തിൽ ഈ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഗംഗാനദി എന്നല്ല, ഭാഗീരഥി നദി എന്നാണ്. ഭാഗീരഥി നദി ഉത്ഭവിച്ച് കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ അളകനന്ദ എന്ന് പറയുന്ന നദി ഇവിടെ വന്നു ചേരുന്നു. അളകനന്ദ നദി. അപ്പോൾ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാഗീരഥി നദിയും അളകനന്ദയും കൂടി ഇവിടെ വന്ന് ചേരുകയാണ്. ഇതെല്ലാം ഉത്തരാഖണ്ഡിലാണ്. അളകനന്ദയായിട്ട് വന്നു ചേർന്നു. ആ വന്നു ചേരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ദേവപ്രയാഗ്. ഇതാണ് ദേവപ്രയാഗ്. ദേവപ്രയാഗിൽ വന്നു ചേരുകയാണ്. ഏതൊക്കെ നദികൾ? ഭാഗീരഥി നദിയും അളകനന്ദയും ദേവപ്രയാഗിൽ വന്നു ചേരുകയാണ്. ഈ ദേവപ്രയാഗിൽ വന്ന് ചേർന്നിട്ട് പിന്നെ താഴോട്ട് ഒഴുകുന്നതാണ് ഗംഗ. ഇതാണ് ഗംഗ. പിന്നീടാണ് ഗംഗാ നദി എന്നറിയപ്പെട്ട് താഴോട്ട് ഒഴുകുന്നത്. ഇത് ഗംഗാനദി നിന്ന് ഒഴുകുകയാണ്. ഗംഗാനദി ഒഴുകി നേരെ എവിടെ എത്തി? ഉത്തർപ്രദേശിലെ അലഹബാദിലെത്തി. അലഹബാദ്. ഈ അലഹബാദിൽ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അലഹബാദിൽ വരുമ്പോഴത്തേക്ക് ഇത് ഗംഗാനദി എന്ന് നേരത്തെ പറഞ്ഞു. ഇതാണ് യമുനാ നദി. യമുന നദി ചേരും. യമുനാ നദി. അതേപോലെ തന്നെ അപ്രത്യക്ഷമായ ഒരു നദി പണ്ടുണ്ടായിരുന്നു. അതാണ് സരസ്വതി നദി. സരസ്വതി നദി. അപ്പോൾ ഈ അലഹബാദിൽ വെച്ച് ഗംഗാ നദിയും യമുനാ നദിയും സരസ്വതി നദിയും കൂടെ വന്നു ചേരുന്നു. ഈ സ്ഥലത്തിന് പറയുന്ന അലഹബാദിൽ വെച്ചിട്ടാണ്. ഇതാണ് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം. ഇതാണ് ത്രിവേണി സംഗമം. അപ്പോൾ ത്രിവേണി സംഗമത്തിൽ വെച്ച് യോജിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? യമുനാ നദിയും സരസ്വതി നദി. സരസ്വതി നദി ഇപ്പം ഇല്ല, അപ്രത്യക്ഷമായി. സരസ്വതി നദിയും അതേപോലെ തന്നെ ഗംഗാ നദി. ഈ 3 നദികളും കൂടി വന്നു ചേരുന്നതിന് പറയുന്ന പേരാണ്, ആ സ്ഥലത്തിൻ്റെ അലഹബാദിൽ പറയുന്ന പേരാണ് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. ഭാഗീരഥി നദി ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് ഗംഗയാണെന്ന് കൂട്ടാം.
അത് വന്നിട്ട് അളകനന്ദിയുമായിട്ട് ദേവപ്രയാഗ്. അപ്പോൾ ഈ ദേവപ്രയാഗ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ തന്നെ ചോദ്യം ചോദിക്കും. ദേവപ്രയാഗ് ഉത്തരാഖണ്ഡിലാണ്. ദേവപ്രയാഗ് ഉത്തരാഖണ്ഡിലാണ്. പിന്നീട് ദേവപ്രയാഗിൽ നിന്നും പിന്നീട് ഒഴുകിയെത്തുന്ന ഗംഗ നേരെ അലഹബാദിൽ വന്ന് ഈ ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകനദിയായ യമുന നദിയും സരസ്വതി നദിയുമായി ചേരുന്നു. അങ്ങനെ 3 നദികൾ അവിടെ ചേരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗംഗയും യമുനയും സരസ്വതിയും. അതാണ് അലഹബാദിലെ ത്രിവേണി സംഗമം. യഥാർത്ഥത്തിൽ ഈ ഗംഗ ഇങ്ങോട്ട് വേണമെങ്കിൽ ഹരിദ്വാർ കഴിഞ്ഞിട്ടാണ്. ഹരിദ്വാർ എന്ന് പറയുന്നതും ഉത്തരാഖണ്ഡിലാണെന്ന് മനസ്സിലാക്കി വെച്ചോളണം. അപ്പോൾ ദേവപ്രയാഗ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്, ഹരിദ്വാർ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലാണ്. അലഹബാദ് വരുമ്പോഴത്തേക്ക് അത് ഉത്തർപ്രദേശായി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹരിദ്വാർ ചോദിച്ചിട്ടുണ്ട്. ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലം പിന്നീട് ഉത്തരാഖണ്ഡിലാണ്. ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിച്ച് പോകേണ്ടത്, ഈ ഉത്തരാഖണ്ഡിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉണ്ട്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. അതാണ് പഴയ ഹെയ്ലി നാഷണൽ പാർക്ക്. ഹെയ്ലി നാഷണൽ പാർക്കിൻ്റെ പുതിയ പേരാണ് ജിം കോർബറ്റ്. ജിം കോർബറ്റ് എന്ന് പറയുന്ന വ്യക്തി ഹണ്ടർ ആൻഡ് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയെന്ന് കേട്ടാൽ അത് ഉത്തരാഖണ്ഡിലാണ്. ആ ഉത്തരാഖണ്ഡിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ അതിൽ കൂടി ചേർന്നൊഴുകുന്നതാണ് റാം ഗംഗാ നദി. ഇതിൻ്റെ ഒരു പോഷകനദിയാണ് ഗംഗാനദിയുടെ. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, ആര്യന്മാരുടെ വിശുദ്ധ ദേശമായിരുന്ന ആര്യവർത്തം ഈ ഗംഗാനദിയുടെ തീരത്തായിരുന്നു എന്നുള്ളത് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. ഗംഗാനദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ ഒരു പാലമുണ്ട്, ഫറാക്ക ബാരേജ്. അത് ഹൂഗ്ലി നദിയിലെ വെള്ളപ്പൊക്കം തടയാനാണ് ഫറാക്ക ബാരേജ്. അതുപോലെ ഗംഗാനദി ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നത് ഫറാക്ക എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഗംഗാനദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റൊരു കാര്യം, ഗംഗാനദി ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ അതിനെ അറിയപ്പെടുന്ന പേരാണ് പിന്നീട് പത്മ. ബംഗ്ലാദേശിൽ ഗംഗയെ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. അതുപോലെ ഗംഗയെ ശുദ്ധീകരിക്കാനുള്ള ഗംഗ ആക്ഷൻ പ്ലാൻ വരുന്നത് 1986 രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഗംഗാനദിയെ ശുദ്ധീകരിക്കാനുള്ള പരിപാടി വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ഗംഗാനദിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് നമാമി ഗംഗ. പ്രോഗ്രാം കൊണ്ടുവന്നത് ഗംഗാനദിയെ ശുദ്ധീകരിക്കാനാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കണം. അത് മോദി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് നമാമി ഗംഗ. അത് 2014 ആരംഭിച്ചത്. ഇനി ഇവിടെ 1-2 കാര്യങ്ങളൂടെ പറയാനുള്ളത്, ദേശീയ ജലപാത 1. ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഗംഗാനദിയിലാണെന്ന് ഓർമ്മിച്ച് വെച്ചാണ്. ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങി പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിക്കുകയാണ് നാഷണൽ വാട്ടർവേ 1. നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് പിന്നെ ആസാം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്, ആസാം. ഇനി നാഷണൽ വാട്ടർവേ 3 അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നാഷണൽ വാട്ടർവേ പറഞ്ഞപ്പോൾ അത് ഞാൻ ഒന്ന് ഓർമ്മിക്കുകയാണ്, അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളണം. അത് ഇവിടെ ആയിട്ട് ബന്ധമുള്ളതല്ല. നാഷണൽ വാട്ടർവേ 3 കേരളത്തിലാണ്. നാഷണൽ വാട്ടർവേ 3 കേരളത്തിലാണ്. ഇതാണ് കേരളം. കാസർഗോഡ് മുതൽ ഇവിടെ ഇങ്ങോട്ട് കോവളം വരെ ഉള്ള ഈ ജലപാതയ്ക്ക് പറയുന്ന പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് COAST, വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ കോവളം മുതൽ ഹോസ്ദുർഗ് വരെ വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ നീളം 560 കിലോമീറ്ററാണ്. 560 കിലോമീറ്ററാണ് വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ നീളം. അത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. ഈ വെസ്റ്റ് കോസ്റ്റ് കനാലിൽ തന്നെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇതാണ് കൊല്ലം, ഇതാണ് കോട്ടപ്പുറം, തൃശ്ശൂർ. അതായത് കൊല്ലം കോട്ടപ്പുറം. ഈ കൊല്ലം കോട്ടപ്പുറത്ത് ആണ് നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 3 എവിടെയാണ്? കൊല്ലം കോട്ടപ്പുറം. ഇത് മനസ്സിലാക്കി വെക്കേണ്ടതുള്ളതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് കൊല്ലം കോട്ടപ്പുറം തൃശ്ശൂരാണെന്ന് മനസ്സിലാക്കി വെച്ചാണ്. അത് കോഴിക്കോട് വരെ നീട്ടുന്ന പരിപാടികൾ ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അടുത്ത മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ, തുരുത്ത് നദികൾ സൃഷ്ടിക്കുന്നതാണ്. അത് സുന്ദർബൻ ഡെൽറ്റ
ഗംഗാ ബ്രഹ്മപുത്ര തീരത്ത് പശ്ചിമ ബംഗാളിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹൂഗ്ലി നദി എന്ന് പറയുന്നതിൻ്റെ തീരത്താണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഹൂഗ്ലി നദി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ കൈവഴിയാണ്, ഡിസ്ട്രിബ്യൂട്ടറിയാണ്. എന്നാൽ പിന്നീട് ഗംഗാ നദിയുടെ ഡിസ്ട്രിബ്യൂട്ടറിയായ ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. ബീഹാറിൻ്റെ ദുഃഖം കോസി റിവറാണ്. അപ്പോൾ ഈ ദാമോദർ നദി എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ളൊരു നദിയാണ്. ഇതിൽ അവിടെ അവിടെ അണ കെട്ടിയിട്ടുണ്ട്. ഈ ദാമോദർ നദിയിൽ അണക്കെട്ടുകൾ നമ്മുടെ USA-യിലുള്ളതുപോലെയാണ്. USA-യിൽ അണക്കെട്ടുണ്ട്. ടെന്നീസ് വാലി പ്രോജക്റ്റ് എന്നാണ്. അവിടെ അവിടെ അണകളാണ്. അതേപോലെ അണകെട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്, നദിയാണ് ദാമോദർ നദി എന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാലയിലാണ്. അംബാല, അതായത് ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാലയിലാണ്. ഈ അംബാല ഹരിയാനയിലാണ്. ഈ അംബാല ജയിലിലാണ് നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണൻ ആപ്തയും തൂക്കിക്കൊന്നത്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സ, അതുപോലെ തന്നെ സഹായി നാരായണൻ ആപ്തയും തൂക്കിക്കൊന്നത് അംബാല ജയിലിലാണ്. ഈ അംബാല ഹരിയാനയിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗംഗാ ക്ലീൻ മിഷൻ, ഗംഗയെ ക്ലീൻ ചെയ്യുന്നതിന് സഹായിച്ച രാജ്യം ഏതെന്ന് PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ജർമ്മനിയാണ്. ഗംഗയെ ശുദ്ധീകരിക്കാൻ ഗംഗ മിഷന് സഹായിച്ചത് ജർമ്മനിയാണ്. വൃത്തഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരിയാണ്. തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, അർത്ഥഗംഗ എഴുതിയെടുക്കണമല്ലോ. തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, അർത്ഥഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണനദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന കാവേരിയാണ്. ദക്ഷിണ ഗംഗ ഏതാണ്? കാവേരിയാണ്. പിന്നെ മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന ബദ്വയാണ്. ബദ്വ മധ്യപ്രദേശിലാണ്. ബദ്വ. ഇനി കുംഭമേള നടക്കുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത്. എന്നാൽ അർത്ഥ കുംഭമേള നടക്കുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. അർത്ഥ, അതായത് 12 പകുതി അർത്ഥ കുംഭമേള നടക്കുന്ന 6 വർഷത്തിലൊരിക്കലാണ്. ഞാൻ നേരത്തെ മുറജപം തിരുവനന്തപുരത്ത് നടക്കുന്നത് 6 വർഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ അർത്ഥ കുംഭമേള നടക്കുന്നത് ഹരിദ്വാർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് എന്ന് മറന്നു പോകരുത്. ഗംഗയുടെ തീരത്ത്. അലഹബാദ് ഗംഗാ നദിയുടെ തീരത്താണ്. അവിടെയാണ് ഈ അർത്ഥ കുംഭമേള നടക്കുന്നത്. ഇനി മഹാകുംഭമേള എന്ന് പറയുന്നത് 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള. അതും കുട്ടികൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അവസാനം മഹാകുംഭമേള നടന്നത് 2013-ലാണ്. ഇനി 144 വർഷം കഴിഞ്ഞാൽ മാത്രമേ മഹാകുംഭമേള നടക്കുള്ളൂ. അലഹബാദ് ത്രിവേണി സംഗമത്തിലാണ് അത് നടക്കുന്നതെന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ഇനി ഗംഗാതീരത്തെ ചില പട്ടണങ്ങൾ. പിന്നെ ഹരിദ്വാർ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്, ഗംഗയുടെ തീരത്താണ്. കാൺപൂർ, ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് കാൺപൂർ. അത് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ഉത്തർപ്രദേശിലെ വാരാണസി അല്ലെങ്കിൽ ബനാറസ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. അലഹബാദ് ഗംഗാ നദിയുടെ തീരത്താണ്. ഋഷികേശ് ഉത്തരാഖണ്ഡാണ്. ഈ ഋഷികേശ് ഉത്തരാഖണ്ഡ്, ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ പിന്നെ ഫറൂഖാബാദ് പട്ടണം ഗംഗാനദിയുടെ തീരത്താണ്, ഉത്തർപ്രദേശിലാണ്. കനൌജ് ഉത്തർപ്രദേശിലാണ്, ഗംഗാനദിയുടെ തീരത്താണ്. ഹാജിപ്പൂർ ബീഹാറിലാണ്, അത് ഗംഗാനദിയുടെ തീരത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യക്കകത്തുള്ളത് ഗംഗയാണ്. അത് ദേശീയ നദിയാണ്, മനസ്സിലാക്കി വെച്ചേക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏത്? അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇതൊക്കെ വരുന്നതാണ്. ഇതെല്ലാം കൂടെ പെടുന്നതാണ് ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ചോദിക്കുകയാണെങ്കിൽ സിന്ധു നദിയാണ്. കണ്ട, ക്വസ്റ്റ്യൻ പോയി പോക്കണ്ട. കാരണം പാകിസ്ഥാനും കൂടെ ചേർത്തതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. എന്നാൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുകയാണെങ്കിൽ ഗോദാവരി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എത്ര വൈദഗ്ധ്യമുള്ളവന് തെറ്റിക്കും. ഒരിക്കൽ കൂടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദി. ഉത്തരാഖണ്ഡിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ കൂടി ബംഗ്ലാദേശ് പോയി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ, അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി. ഉപദ്വീപീയ ഇന്ത്യ, 3 വർഷം വെള്ളം കിടക്കുന്ന ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്നും എൻ്റെ കുട്ടികൾ
മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പോഷക നദിയെക്കുറിച്ച് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. യമുനാ നദി. യമുനാ നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിൽ നിന്നാണ്, യമുനോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുനാ നദി എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. 1376 കിലോമീറ്റർ നീളത്തിലാണ് അത് ഒഴുകുന്നത്. പുരാതന കാലത്ത് ഇതിനെയാണ് കാളിന്തി നദി എന്ന് വിളിച്ചത്. കാളിന്തിയുടെ പിന്നീട് പുതിയ പേരാണ് യമുനാ നദി എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇവിടുന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചത് ആഗ്ര യമുനാ നദിയുടെ തീരത്താണ്, ഡൽഹി, മധുര, ഇട്ടാവ. അപ്പോൾ ആഗ്രയും ഡൽഹിയും മധുരയും ഇട്ടാവയും ഒക്കെ യമുനാ നദിയുടെ തീരത്താണെന്നും PSC പരീക്ഷയ്ക്ക് അടുത്ത കാലത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? യമുനാ നദിയുടെ തീരത്താണ് രാജ്ഘട്ട്. അതുപോലെ തന്നെ ഈ നേതാക്കന്മാരുടെയൊക്കെ ശവകുടീരങ്ങളെല്ലാം യമുനാ നദിയുടെ തീരത്താണ്. താജ്മഹൽ യമുനാ നദിയുടെ തീരത്താണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഗംഗാ നദിയുടെ പോഷക നദിയാണ് യമുനാ നദി. അത് ഏറ്റവും വലിയ പോഷക നദിയാണെന്ന് മനസ്സിലായി. സരസ്വതി നദി ഇപ്പോൾ ഇല്ല. വേദകാലഘട്ടത്തിലെ പ്രധാന നദിയായിരുന്നു സരസ്വതി നദി. ഈ സരസ്വതി നദിയും ഗംഗയും യമുനയും കൂടി ചേരുന്നതാണ് ത്രിവേണി സംഗമം. അത് അലഹബാദിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഋഗ്വേദത്തിൽ വളരെ പറഞ്ഞിട്ടുള്ള നദിയാണ് സരസ്വതി നദി. ഇത് ഓർമ്മിച്ച് വെച്ചേക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ വലിയ പോഷക നദിയാണ് സോൺ നദി. സോൺ നദി രണ്ടാമത്തതാണ്. അത് മധ്യപ്രദേശിലെ അമർകണ്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മധ്യപ്രദേശിലെ അമർകണ്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ നദിയാണ്, ഗംഗയുടെ പോഷക നദിയാണ്. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത് നമുക്ക് സംസാരിക്കേണ്ടത് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഹിമാലയൻ നദിയിൽ ഒന്ന് ഗംഗാ നദിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. രണ്ട് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദി ചൈനയിലെ തിബറ്റിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ബംഗ്ലാദേശ് വഴി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. അത് ഉത്ഭവിക്കുന്നത് മാനസ സരോവറിൽ നിന്നാണ്. ചെമയൂങ് ഡൂൺ ഗ്ലോസിയേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് ഉത്ഭവിക്കുന്നത്. മാനസ സരോവറിലുള്ള ചെമയൂങ് ഡൂൺ ഗ്ലേസിയേഴ്സിൽ ആണ് അത് ഉത്ഭവിക്കുന്നത്. നീളം 2900 കിലോമീറ്ററാണ്. അതിൽ ഏകദേശം 916 കിലോമീറ്ററാണ് ഇന്ത്യയിൽ കൂടി ഒഴുകുന്നത്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. നീളമുള്ള നദി ചോദിക്കുകയാണെങ്കിൽ അത് ഗംഗാ നദി തന്നെയാണ്. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് തന്നെയാണ്. ആസാമിൻ്റെ ജീവരേഖ എന്ന് പറയുന്നതും ബ്രഹ്മപുത്ര നദിയാണ്. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന് വിളിച്ചിരുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയൻ നദികളിൽ പുരുഷ പേരുള്ളത് ബ്രഹ്മപുത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി അത് ആസാമിലാണ്. അത് ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ ടിബറ്റിലുള്ള മാനസ സരോവറിൽ നിന്നാണല്ലോ ഉത്ഭവിക്കുന്നത്. അപ്പോൾ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് അതിനെ ദിഹാങ് എന്നറിയപ്പെടുന്നു. ദിഹാങ് എന്നറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ അതിനെ ജമുന എന്നറിയപ്പെടുന്നു. ജമുന. ഇതും ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ്. അതേപോലെ നാഷണൽ വാട്ടർവേ 2 സാദിയ ദിബ്രു എന്ന് പറയുന്ന പ്രദേശത്താണ്. അത് ആസാമിലാണെന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പോഷക നദികളാണ് ദിബാങ്, സുബൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ്. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് ദിബാങ്, സുബൻസിരി. സുബൻസിരി ഏറ്റവും വലിയ പോഷക നദിയാണ് ബ്രഹ്മപുത്രയുടെ. ടീസ്റ്റ ഏറ്റവും വേഗത്തിലൊഴുകുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിലൊഴുകുന്ന നദിയാണ് ടീസ്റ്റ. സിക്കിമിൻ്റെ ജീവരേഖ എന്നാണ് അതിനെ വിളിക്കുന്നത്. ലോഹിത്, മാനസ്. ഇതാണ് ഇതിൻ്റെ പോഷക നദികൾ എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ കം റോഡ് ബോഗി ബീൽ പാലം അത് ബ്രഹ്മപുത്ര നദിയിലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരിക പാലമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ധോള സാദിയ പാലം 9.1 കിലോമീറ്റർ നീളത്തിലുള്ളതാണ്. അത് ബ്രഹ്മപുത്ര നദിയിലാണെന്ന് മനസ്സിലാക്കണം. ആസാമും അരുണാചൽ പ്രദേശുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണെന്നും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇത് ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നതാണ് ഭൂപൻ ഹസാരിക. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നതാണ് ഭൂപൻ ഹസാരിക. ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മപുത്രയെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് സിന്ധു നദിയെക്കുറിച്ചാണ്.
പാകിസ്ഥാനിലെ ദേശീയ നദിയാണ് സിന്ധു നദി. നേരത്തെ പറഞ്ഞപ്പോൾ ഇതൊരു ഹിമാലയൻ നദിയാണ്. ഇത് ഉത്ഭവിക്കുന്നത് തിബറ്റിലെ മാനസ സരോവറിൽ നിന്ന് തന്നെയാണ്. 2900 കിലോമീറ്റർ നീളത്തിലാണ് ഇത് ഒഴുകുന്നത്. ഇതിൽ 709 കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭാഗത്ത് ഒഴുകുന്നത്. പാകിസ്ഥാനിലെ ദേശീയ നദിയാണെന്ന് നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറുള്ള നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുകയാണെങ്കിൽ അത് സിന്ധു നദിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അത് പതിക്കുന്നത് അറബിക്കടലിലാണ്. ഒരേ ഒരു ഹിമാലയൻ റിവർ അറബിക്കടലിൽ പതിക്കുന്നത് സിന്ധു നദിയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏകദേശം പാകിസ്ഥാനിലുള്ള കറാച്ചിക്ക് അടുത്ത് വെച്ചിട്ടാണ് ഇത് അറേബ്യൻ കടലിൽ പതിക്കുന്നത്. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്ന് വിളിക്കുന്നത് സിന്ധു നദിയാണ്. പാകിസ്ഥാൻ്റെ ജീവരേഖ. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് സിന്ധു നദി. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നീളം കൂടിയ നദി സിന്ധു നദിയാണ്. അതേസമയം ഉപദ്വീപീയ ഇന്ത്യയിലത് ഗോദാവരിയുമാണ്. അവിടെയോട്ട് മാറിപ്പോകരുത്. ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഇതെല്ലാം സിന്ധു നദിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു നദി. വേദങ്ങളിൽ ആദ്യത്തേതാണ് ഋഗ്വേദം. 1017 സൂക്തങ്ങളാണ്. ഋഗ്വേദത്തിലുള്ള തവള ശ്ലോകം എന്നതിനെക്കുറിച്ച് പറയുന്നു. പണ്ട് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കൃഷിയെക്കുറിച്ച് പറയുന്നു. തവള ശ്ലോകം കൃഷിയെക്കുറിച്ച് പറയുന്നു. അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ പറ്റുകയാണെങ്കിൽ പറഞ്ഞുതരാം. സിന്ധു നദിയെന്ന് കേട്ടപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നിലവിലിരുന്നതാണ്. അതിൽ സിന്ധു നദീതട സംസ്കാരത്തിൽ മോഹൻജദാരോ, ഹാരപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ മോഹൻജദാരോയും ഹാരപ്പായും ഇപ്പോൾ പാകിസ്ഥാനിലാണ്. പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. മോഹൻജദാരോ കണ്ടെത്തിയത് 1922 RD ബാനർജിയാണ്. RD ബാനർജി. ഇപ്പോൾ മോഹൻജദാരോ പാകിസ്ഥാനിലെ ലർക്കാന ഡിസ്ട്രിക്റ്റിലാണ്. ലർക്കാന ഡിസ്ട്രിക്റ്റ്. ഒരിക്കൽ കൂടി മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ തീരത്താണ്. അത് കണ്ടെത്തിയത് 1922 RD ബാനർജിയാണ്. അവിടെയാണ് ഗ്രേറ്റ് ബാത്തും ധാന്യപ്പുരയും ഒക്കെ ഉള്ളത്. ലർക്കാന ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ. എന്നാൽ ഹാരപ്പ രവി നദിയുടെ തീരത്താണ്. രവി നദി സിന്ധു നദിയുടെ പോഷക നദിയാണ് രവി നദി. ഈ ഹാരപ്പ കണ്ടെത്തിയത് 1921 ദയാറാം സാഹ്നിയാണ്. ദയാറാം സാഹ്നി. ഹാരപ്പ ഇപ്പോൾ മോൺഗോമറി ജില്ലയിലാണ്. പാകിസ്ഥാനിലെ മോൺഗോമറി ജില്ലയിലാണ് ഹാരപ്പ. മോഹൻജദാരോ ഇപ്പോൾ ലർക്കാന ഡിസ്ട്രിക്റ്റിലാണ്. അത് പാകിസ്ഥാനിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ലഡാക്കിലെ ലേ പട്ടണം, ലഡാക്കിൻ്റെ തലസ്ഥാനമാണ് ലേ. ആ പട്ടണം ചുറ്റി ഒഴുകുന്ന നദി സിന്ധു നദിയാണ്. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് ഡർബല ഡാം. ഡർബല ഡാം. ഡർബല ഡാം ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഡർബല ഡാം പാകിസ്ഥാനിലാണ്. അത് സിന്ധു നദിയിലാണെന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. മറ്റൊരു പ്രത്യേകത സിന്ധുവിനെ സംബന്ധിച്ച് പറയേണ്ടത്, സിന്ധുവിൻ്റെ പോഷക നദികളെക്കുറിച്ചാണ് ഇനി നമുക്ക് പ്രധാനമായും സംസാരിക്കേണ്ടത്. അതിൽ പോഷക നദികളിൽ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇതാണ് പോഷക നദികൾ. ഇതിൽ പോഷക നദിയെക്കുറിച്ച് പിന്നെ നമുക്ക് സംസാരിക്കാം. സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഒപ്പിട്ടത്. സിന്ധു നദീജല കരാർ അത് 1960 നെഹ്റുവും അയൂബ് ഖാനും തമ്മിലാണ് ഒപ്പിട്ടത്. ഇതും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതിൻ്റെ പോഷക നദികളെക്കുറിച്ച് നമുക്ക് പറയുന്നതിന് മുമ്പ് പോഷക നദികളെക്കുറിച്ച് നമുക്കൊരു ചെറിയ ചാർട്ട് ഉണ്ടാക്കി പഠിച്ചാൽ എന്തെന്നാണ് എൻ്റെ ആഗ്രഹം. പോഷക നദികൾ, സിന്ധു നദിയുടെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് നമുക്ക് നോക്കാം. ഇവിടെ നദിയുടെ പേര് ആദ്യത്തെ കോളത്തിൽ നദിയുടെ പേരെഴുതി. ഏത് പോഷക നദിയുടെ പേരാണ്. അതിൻ്റെ ഉദ്ഭവം, എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്, അതിൻ്റെ കിലോമീറ്റർ, അടുത്ത പ്രത്യേകതകൾ. ശരി, നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് ചലം നദിയാണ്.
ചലം നദി. സിന്ധു നദീൻ്റെ പോഷക നദികളെ കുറിച്ചാണ് പറയുന്നത്. ചലം നദിയാണ്. ചലം നദി ഉത്ഭവിക്കുന്നത് കാശ്മീരിൽ നിന്ന് തന്നെയാണ്. കാശ്മീരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 725 കിലോമീറ്റർ നീളം. 725. ഇവിടെയാണ് ഊളാർ തടാകം. ഈ ഊളാർ തടാകത്തിലാണ് അത് ഒഴുകിയെത്തുന്നത്. ഉറി ജലവൈദ്യുത പദ്ധതി, കിഷൻ ഗംഗാ പ്രോജക്റ്റ് പോഷക നദിയുമാണത്. ഇവിടെ വെച്ചിട്ടാണ് ഹൈഡാപ്പസ് യുദ്ധം നടന്നത്. ഹൈഡാസ്പസ് യുദ്ധം. ഇത്രയുമാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ചലം നദി. അത് കാശ്മീരിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. വൈഗീനാഥ് എന്നുള്ള സ്ഥലത്ത്, അത് വേണ്ട, കാശ്മീർ 725 കിലോമീറ്റർ ഒഴുകുന്നു. ഇതാണ് പിന്നീട് ഊളാർ തടാകം ജമ്മു കാശ്മീരിലാണ്. അതുപോലെ തന്നെ ഉറി ജലവൈദ്യുത പദ്ധതി, കിഷൻ ഗംഗാ ഡാം, ഹൈഡാപ്പസ് യുദ്ധം നടന്നു. ഹൈഡാപ്പസ് യുദ്ധം BC 326 ചലം നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് പോറസും എന്ന പുരുഷോത്തമനും അലക്സാണ്ടറും തമ്മിലാണ് ആ യുദ്ധം നടന്നത്. ഹൈഡാപ്പസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലെ ചലം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഹൈഡാപ്പസ്. അപ്പോൾ ഹൈഡാപ്പസ് യുദ്ധം നടന്നത് പിന്നെ ചലം നദിയുടെ തീരത്ത് വെച്ചാണ്. അതാവുന്നു. അടുത്ത 2 ചിനാബ്. രണ്ടാമത്തെ നദിയാണ് ചിനാബ്. പോഷക നദിയാണ്. ഏതിൻ്റെ? സിന്ധു നദിയുടെ. ചിനാബ് ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. നിന്ന് ഉത്ഭവിക്കുന്നു. 960 കിലോമീറ്റർ. ഇവിടെയാണ് ബാഗ്ലിഹാർ അണക്കെട്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുള്ളതാണ് ബാഗ്ലിഹാർ അണക്കെട്ട്. അത് ജമ്മു കാശ്മീരിലാണ്. JNK, ജമ്മു കാശ്മീർ. അപ്പോൾ ഹിമാലയത്തിൻ്റെ പിന്നീട് ഉത്ഭവിക്കുന്ന നദികളാണ് ഇതൊക്കെ പറയുന്നത്. ഇത് ചലം നദി സിന്ധു നദിയുടെ പോഷക നദിയാണ്. സിന്ധു നദിയുടെ വേറൊരു പോഷക നദിയാണ് ചിനാബ്. അടുത്തത് രവി നദിയാണ്. രവി നദി ഉത്ഭവിക്കുന്നത് ഹിമാചൽ തന്നെയാണ്. ഹിമാചൽ കുളു, മണാലി, ആ പ്രദേശത്തു നിന്നാണ്. ഈ കുളു, മണാലി എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. അതും പരീക്ഷയ്ക്ക് വെച്ചിട്ടുള്ളതാണ്. 720 കിലോമീറ്റർ നീളം. 720. ഇവിടെയാണ് രവി നദിയുടെ തീരത്താണ് ലാഹോർ. രവി നദിയുടെ തീരത്താണ്. തേയിൻ ഡാം അത് പിന്നെ രവി നദിയിലാണ്. തേയിൻ ഡാം. അതുപോലെ ഹാരപ്പ പിന്നെ കണ്ടെത്തിയത് നേരത്തെ സംസാരിച്ചതാണ്. ഇവിടെ നോക്കൂ. സിന്ധു നദിയുടെ വേറൊരു പോഷക നദിയാണ് രവി നദി. ഹിമാലയ സാനുക്കളിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശിലെ കുളു, മണാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 720 കിലോമീറ്റർ നീളം. ലാഹോർ ഇതിൻ്റെ തീരത്താണ്. പാകിസ്ഥാനിലാണ് ലാഹോർ. 1929 ലാഹോർ കോൺഗ്രസ്, ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ, പൂർണ്ണ സ്വരാജ്. തേയിൻ ഡാം അത് പിന്നീട് ജമ്മു കാശ്മീരിലാണ്. അതുപോലെ തന്നെ പിന്നെ ഹാരപ്പ പാകിസ്ഥാനിലാണ്. അത് നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. അടുത്ത സത്ലജ് വേറൊരു പോഷക നദിയാണ്. സിന്ധുവിൻ്റെ വേറൊരു പോഷക നദിയാണ് സത്ലജ് ഉത്ഭവിക്കുന്നത് മാനസ സരോവർ, തിബറ്റിൽ നിന്ന് തന്നെയാണ്. തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നു സത്ലജ്. 1450 കിലോമീറ്റർ നീളത്തിലൊഴുകുന്നു. ഏറ്റവും വലിയ പോഷക നദിയാണ്. ഏറ്റവും വലിയ പോഷക നദിയാണ്. ഈ സത്ലജ് നദിയിലാണ് പിന്നീട് ഫക്രാനങ്കൽ അണക്കെട്ട്. അതുപോലെ തന്നെ ഫക്രാനങ്കൽ അണക്കെട്ട്. പിന്നെ രാജസ്ഥാൻ കനാൽ പ്രോജക്റ്റ് ഉണ്ട്. രാജസ്ഥാൻ കനാൽ പ്രോജക്റ്റിലേക്ക്, ഇന്ദിരാഗാന്ധി കനാൽ എന്നും അതിനെ വിളിക്കും, ഈ രാജസ്ഥാൻ കനാൽ പ്രോജക്റ്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് സത്ലജ് നദിയിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ ചലം, ചിനാബ്, രവി, ബിയാസ്. അടുത്തത് ചലം, ചിനാബ്, രവി, സത്ലജ്. അടുത്തത് ബിയാസ്. ഓർമ്മിച്ച് വെച്ചേക്കൂ, ഇതിങ്ങനെ ചാർട്ടാക്കി പഠിക്കുന്നത് നല്ലതാണ്. ബിയാസ് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്നു.
470 കിലോമീറ്റർ. കിലോമീറ്ററിൽ അല്പം സ്വല്പം വ്യത്യാസം വന്നേക്കാം. ഏറ്റവും ചെറിയ നദിയാണ്. സിന്ധുവിൻ്റെ പോഷക നദികൾ ചെറുതാണ്, ബിയാസ്. മറ്റേ പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്നു. ഇന്ത്യയിൽ മാത്രം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഇന്ത്യയിൽ ഒഴുകുന്നു. ഇത് PSCക്ക് ചോദിച്ചാണ്. ഇന്ത്യയിൽ ഒഴുകുന്നു. അതുപോലെ തന്നെ ഇവിടെയാണ് പോങ് ഡാം. പോങ് ഡാം ഇവിടെയാണ്. പോങ് ഡാമിൻ്റെ വേറൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. മഹാറാണ പ്രതാപ് സാഗർ ഡാം അത് ഹിമാചൽ പ്രദേശിലാണ്. പോങ് ഡാം ഹിമാചൽ പ്രദേശിലാണ്. ഇത്രയുമാണ് സിന്ധു നദിയുടെ പോഷക നദികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്.